കണ്ണിന് പരിക്കേറ്റ ചുരുളിക്കൊമ്പൻ എന്ന PT5 മയക്കുവെടി വെച്ച് ചികിത്സ നൽകി. ആനയ്ക്ക് ഗുരുതര പരിക്കുകളില്ലാത്തതിനാൽ വനത്തിനുള്ളിൽ വെച്ചായിരുന്നു ചികിത്സ. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകിയത്. ആനയെ ഉൾക്കാട്ടിലേക്ക് അയച്ചു. മണിക്കൂറുകൾ നീണ്ട ദൗത്യമാണ് പാലക്കാട് മലമ്പുഴയിൽ വെച്ച് പൂർത്തീകരിച്ചത്. 100ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും ദൗത്യത്തിൽ പങ്കാളികളായി. കണ്ണിനു പരിക്കേറ്റ അവശനായിരുന്ന ചുരുളിക്കൊമ്പനെ ഒടുവിൽ ചികിത്സ നൽകി ഉൾക്കാട്ടിലേക്ക് അയച്ചു. രാവിലെ 8 മണിയോടെയാണ് ദൗത്യത്തിന് തുടക്കമിട്ടത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ സംഘമെത്തി. 5 സംഘങ്ങളായി തിരിഞ്ഞു. മലമ്പുഴയ്ക്ക് സമീപം മാന്തുരുത്തിയിൽ ആനയെ സംഘം വളഞ്ഞു. തുടർന്ന് മയക്കുവെടിവെച്ച ശേഷം പരിശോധനകൾ ആരംഭിച്ചു. ദൗത്യം പൂർണ്ണമായി വിജയകരമെന്ന് ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു. ഇപ്പോൾ അക്യൂട്ടായിട്ട് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കണ്ണ് കംപ്ലീറ്റ് പരിശോധിച്ചു, നമ്മളത് ഡ്രസ്സ് ചെയ്തു. ഓക്കെ, നമ്മൾ സാധാരണ വളരെ രണ്ട് കണ്ണ് കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തു. കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് സെഡേഷൻ നമ്മൾ ചെയ്തിട്ട്, പക്ഷേ വളരെ നല്ല സെലക്ട് ചെയ്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് റേഡിയോ കോളർ ചെയ്തു. കാരണം ഇതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി റേഡിയോ കോളർ ചെയ്തു. ഇനി അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കും. അതിനുശേഷം ഫർദർ തീരുമാനങ്ങളിലേക്ക്. പരുക്ക് ഗുരുതരമല്ലാത്തതിനാൽ വനത്തിനുള്ളിൽ വെച്ച് തന്നെയായിരുന്നു ചികിത്സ. റേഡിയോ കോളർ ഘടിപ്പിച്ച കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് തുരുത്തി. കൈരളി ന്യൂസ്, പാലക്കാട്.